നാവിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി 18 വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര മുഗാരിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ, ചോക്ലേറ്റുകൾ, പുഡിങ്ങുകൾ, പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൌസിന്റെ മാത്രം പ്രത്യേകത. ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം. നൈസ് ബേക്ക് ഹൌസ് മുഗാരിക്കുന്ന് ചേലക്കര. ഇതിൽ സൂചിപ്പിക്കുന്നത് ബാങ്കിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഇവിടെ കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് അതിന്റെ വിശദീകരണങ്ങൾ കൊടുത്ത് അതിനുശേഷം പറയുന്ന ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ബാധ്യതക്കനുസരിച്ച് ആസ്തി സംരക്ഷിച്ച് കാണുന്നില്ല. 4.76 കോടി രൂപയുടെ വ്യത്യാസം കാണുന്നു, പരിശോധിക്കുക എന്നാണ് കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് 1-ാം നമ്പറായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വായ്പ കുടിശ്ശിക ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ബാങ്കിന്റെ സാമ്പത്തിക നിലക്കും ഭദ്രതയ്ക്കും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പേഴ്സണൽ ഷുവർട്ടി ഓൾഡ് വായ്പ ബാക്കി നിൽപ്പിന്റെ 2.1 കോടി രൂപ 93% കുടിശ്ശികയാണ്. അഗ്രി കൺസ്യൂമർ ലോൺ ഓൾഡ് 3.79 കോടി രൂപ 50.83% കുടിശ്ശികയാണ്. പേഴ്സണൽ ലോൺ ഷുവർട്ടി വായ്പകളിൽ 2005 മുതലുള്ള വായ്പകൾ കുടിശ്ശികയായി ബാക്കി നിൽക്കുന്നു. 31/3/2020 വരെയുള്ള പൂർണ്ണമായും കുടിശ്ശികയായ വായ്പകൾ ആർബിട്രേഷൻ കേസുകൾ ഫയൽ ചെയ്തതായി സെക്രട്ടറി അറിയിച്ചുവെങ്കിലും ആർബിട്രേഷൻ എക്സിക്യൂഷൻ രജിസ്റ്ററുകൾ സംഘത്തിൽ സൂക്ഷിക്കാത്തതിനാൽ ഏതുവരെ വായ്പകൾ ആ ആർബിട്രേഷൻ കേസുകൾ ഫയൽ ചെയ്തു എന്ന് പരിശോധിക്കുവാൻ സാധിച്ചിട്ടില്ല. പല വായ്പകളും കാലഹരണ നിയമത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഇളവിന് അവസരം പ്രയോജനപ്പെടുത്തിയാണ് ആർബിട്രേഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികൾ തുടർച്ചയായി കൈകാര്യം ചെയ്യുന്നതിന് ബാങ്കിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആർബിട്രേഷൻ നടപടികൾക്ക് ശേഷം എക്സിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിലും വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി കാണുന്നു. ആകെയുള്ള എക്സിക്യൂഷൻ ഫയലുകൾ 10 ഉള്ളത് എന്നത് ഇക്കാര്യത്തിന് ഉദാഹരണമാണ്. ആർബിട്രേഷൻ എക്സിക്യൂഷൻ ക്രമപ്രകാരം തുടർച്ചയായ രീതിയിൽ ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് ഭരണസമിതി പരിശോധിക്കേണ്ടതാണ്. ഇത് രണ്ടാമതായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഓരോന്നും എടുത്ത് വിവരിക്കാനല്ല ഞാനിത് വായിച്ചത്. കാരണം ഇത്തരത്തിൽ ഗൗരവകരമായ വീഴ്ചകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലായ്മ സഹകരണ ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇത് ഒരു പോയിന്റ് മാത്രം ഇവിടെ സൂചിപ്പിച്ചത്. ഇത് വളരെ കൃത്യമായി ഈ പരാമർശത്തിലൂടെ തന്നെ ബാങ്കിന്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞൊരു പരാമർശം 65-ാം വകുപ്പ് അന്വേഷണത്തിന് ശേഷവും അന്വേഷണം പൂർത്തിയായി തുടർ നടപടികൾ നടന്നു വരുന്ന സാഹചര്യത്തിലും ഓഡിറ്റ് 2020, 21, 22 ന്യൂനതകൾ പരിശോധിച്ചതിൽ നിന്ന് സംഘം പ്രവർത്തനം ക്രമപ്രകാരം മെച്ചപ്പെടുത്തുന്നതിനും അംഗങ്ങളുടെയും സംഘത്തിന്റെയും താൽപര്യം സംരക്ഷിക്കുന്നതിനും സഹകരണ നിയമം, ചട്ടം, രജിസ്ട്രാറുടെ സർക്കുലറുകൾ, നിർദ്ദേശങ്ങൾ, നിയമാവലിക്ക് എന്നിവയ്ക്ക് അനുസൃതമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ഭരണസമിതി പരിശോധിക്കുക. വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ? അപ്പൊ ഈ തരത്തിലാണ് 28ഓളം വരുന്ന അപാകതകൾ അക്കമിട്ട് ഓഡിറ്റിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ ഒരു ഭാഗത്ത് പറയുന്നു നിരവധി നടപടികൾ അല്ലെങ്കിൽ ശുപാർശകൾ, നിർദ്ദേശങ്ങളൊക്കെ ഡയറക്ടർ ബോർഡിന് കൊടുത്തിട്ടും അത് വേണ്ട തരത്തിൽ അതിൽ ഇടപെടുന്നില്ല എന്ന് കൃത്യമായി ഈ ഓഡിറ്റിന്റെ ഭാഗമായി പിന്നീട് ഒരു ഭാഗത്തും പറയുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ ബാങ്കിന്റെ പുരോഗതിക്ക് ഗുണപരമല്ലാത്ത സമീപനം ഈ ഡയറക്ടർ ബോർഡ് നടത്തുന്നു എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ സംഘത്തിന്റെ വിവിധ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇവിടെ ചെയ്തിട്ടുള്ള വർക്കുകൾ, അതായത് ഒരു ഉദാഹരണത്തിന് ATM കൗണ്ടർ സ്ഥാപിച്ചത്, അതുപോലെ തന്നെ സേവാ കേന്ദ്രം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഞാൻ അത് ഓരോന്നായി ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ശേഷം മറ്റുള്ളവരും സംസാരിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അത് അവസാനിക്കുന്നത് 28ാമത് പറയുന്നത് ബാങ്കിൽ നിന്നും നൽകുന്ന പ്രതിമാസ നിക്ഷേപ പദ്ധതിയുടെ അപേക്ഷയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായി കാണുന്നില്ല.
ബാങ്കിൽ നിന്ന് നൽകുന്ന വായ്പയ്ക്ക് ഈടായി സ്വീകരിക്കുന്ന വസ്തുവകകളുടെ വാല്യുവേഷൻ കാര്യക്ഷമമായി നടത്തിയിട്ടുള്ളതായി കാണുന്നില്ല. ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാറുടെ CG 2003/9 നമ്പർ കത്തിന് വിധേയമായി വാല്യുവേഷൻ നടത്തേണ്ടതാണ്. ആയതിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടുന്ന വാല്യുവേഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ്. ഈട് വസ്തുവിന്റെ മൂല്യനിർണ്ണയം കാര്യക്ഷമമായി നടത്താത്തത് മൂലം സംഘത്തിനുണ്ടാവുന്ന എല്ലാവിധ നഷ്ടങ്ങൾക്കും ബാങ്ക് ഭരണസമിതിയും സെക്രട്ടറിയും ഉത്തരവാദികളാകുന്നതാണ്. ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ACL 59, 58, 36 വാല്യുവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉള്ളടക്കം ചെയ്തിട്ടില്ല. ACL 59, 37, 41, 52 ഈട് വസ്തുവിന് വഴി അവകാശമുള്ളതായി കാണുന്നില്ല റവന്യൂ രേഖകൾ പ്രകാരം. ACL 58, 46, 48, 36, 37, 41 റവന്യൂ രേഖകൾ ഫയലിൽ ഉള്ളടക്കം ചെയ്തിട്ടില്ല. ആയത് ഹാജരാക്കാൻ നിർദ്ദേശിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു വന്നത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഘട്ടങ്ങളിലായി കഴിഞ്ഞ പിരിച്ചുവിടപ്പെട്ട ഭരണസമിതിക്കെതിരായി വിവിധ കാലങ്ങളിൽ നമ്മുടെ പ്രദേശത്തെ സഹകാരികളിൽ നിന്ന് ഉയർന്നു വന്നത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നവരെ അവർ ഈ ബാങ്കിനെ തകർക്കാൻ നിൽക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിച്ചവർക്ക് പിന്നീട് നമ്മൾ കണ്ടത് ആ ബാങ്ക് ഭരണസമിതി തന്നെ പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. അതിന്റെ തനി ആവർത്തനമായി ഈ പറഞ്ഞ 28 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓഡിറ്റർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിന് ഈ ഭരണസമിതി മറുപടി പറയേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന മറ്റ് പല പ്രശ്നങ്ങളും ഈ ബാങ്ക് ഭരണസമിതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു സൂചന എന്ന നിലക്കാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ സമരം അവസാനത്തേതല്ല. അതുപോലെ തന്നെ നിയമപരമായ നടപടികളിലേക്കും ഇതിനെതിരായിട്ട് നീങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.